ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളവ വ്ളോഗ്സ്. അപ്പോൾ എണീറ്റുള്ളൂ കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സമയം എത്രയായി? 8:45. മാളവായൊക്കെ ഇന്നലെ വന്നു കേട്ടോ വൈകുന്നേരത്ത്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറി. ഇന്ന് മുതൽ അമ്പലത്തിൽ കഞ്ഞി ഉണ്ട് കേട്ടോ. ആറാട്ട് ഞായറാഴ്ചയാണ് ആറാട്ട് വരുന്നത്. ഞായറാഴ്ചയല്ല, 12-ാം തീയതി. അപ്പോൾ ഇന്ന് മുതൽ അമ്പലത്തിൽ കഞ്ഞിയുണ്ട്. എനിക്ക് പോകാൻ പറ്റില്ല അമ്പലത്തിൽ. എന്തായാലും ചായയൊക്കെ വെക്കട്ടെ. ഇന്ന് എന്താ ഉണ്ടാക്കുകയെന്ന് അറിയില്ല. മാളൂനി ഭാവനയും കാണിക്കണ്ടേ? മാളു ഒരാഴ്ചത്തെ ടൂറ് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. വരാൻ തോന്നുന്നില്ല, വരണില്ല എന്നാണ് പറയണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, അവിടെയാണ് സുഖമെന്ന്. കണ്ടില്ലേ? എന്താണ് നമ്മളെ മക്കളെയൊക്കെ വളർത്തിയിട്ട് മക്കൾക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ സുഖമില്ല അത്രേ അല്ലേ മാളു? ഒരു ദിവസം കൊണ്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി പല്ല് തേക്കണം, വിറ്റടിക്കാൻ ആൾക്കാരെ എത്തിയിട്ട് തന്നെയാണ് ഒരു പണി എനിക്ക് കുറഞ്ഞു കിട്ടി. പല്ല് തേക്കണം, ചായ വയ്ക്കണം, ചായ കുടിക്കണം. എന്തുണ്ടാക്കുക? ദോശമാവുണ്ടോ? നമുക്ക് പഴങ്കഞ്ഞി കുടിച്ചാലോ? ഓ, ഇന്ന് ഞങ്ങൾ പഴങ്കഞ്ഞി കുറച്ച് ഇന്നലത്തെ ചോറ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലായിട്ട്. അപ്പം ഇന്ന് ആളോന് വായിക്കും പഴങ്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം. പഴങ്കഞ്ഞി മീൻസ് കുറേ സാധനങ്ങളൊന്നുമില്ല, വെറുതെ മോരൊഴിച്ച് പച്ചമുളക് ഉടച്ച് ഒരു ചമ്മന്തി അരച്ച് ഒരു മുട്ടയും വറുത്തിട്ട് നമുക്ക് പഴങ്കഞ്ഞി വേണം. മീനിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ ഇതാ അന്ന് മലമല ലിപ്സ്റ്റിക്. ഇപ്പോൾ ചായ വയ്ക്കാം. ചായ ഇന്ന് പാലുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ പാൽപ്പൊടിയും കൊണ്ടാണ് ഒന്ന് ചായ വെച്ചേക്കുന്നത്. അപ്പോൾ ചോറിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പഴങ്കഞ്ഞി മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നും ഉണ്ടാക്കണില്ല ഞാൻ. ചോറ് കുറേ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പഴങ്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാം. കുറേ ദിവസമായി ഇവർ പറയണം പഴങ്കഞ്ഞി ഉണ്ടാക്കി തരണമെന്ന്. അപ്പം നമുക്ക് പഴങ്കഞ്ഞി ഉണ്ടാക്കാം. മിനിയാന്ന് മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറി കേട്ടോ. അതുകൊണ്ട് മണ്ണൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ചെടികൾക്കൊക്കെ കുറച്ച് ഉഷാറ് വന്നിട്ടുണ്ട്. കൊന്ന അപ്പൊ ഗായ്സ്, ഇതാ കൊന്നപ്പൂക്കൾ. എന്ത് രസാലേ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഗൈസ്, അമ്മ പല്ലേക്കുകയാണ്. ഇതാ ഞാൻ പല്ലേക്കാൻ പോകണ്ട ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാളും അവിടെയും ഇതാണ് ജീവൻ. ചായ വേണോ? ചായ, മിച്ചർ. അയ്യോ, മിനിയാന്ന് മിച്ചർ കഴിച്ചിട്ട് എനിക്ക് വയ്യാണ്ടായിട്ടോ. എന്നാലും ഒന്നുമില്ല കാലത്ത്. അപ്പോൾ കുറച്ച് മിച്ചർ കൂട്ടി ചായ കുടിക്കട്ടെ. നല്ല കടലുള്ള മിച്ചറാട്ടോ. നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും തൈര് ഒഴിച്ചിട്ടുണ്ട്. മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മാന്തൾ വറുത്തത്, അച്ചാർ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനല്ല പറയട്ടെ, കുളിക്കാതെ പഴഞ്ചോറ് കഴിക്കാൻ കേട്ടോ. കുറച്ച് ചോറെടുത്ത്, കുറച്ച് ചമ്മന്തി എടുത്ത്, മാന്തൾ, നല്ല നാടൻ ഉണക്ക മാന്തൾ കേട്ടോ. എന്താ അന്തസ്, കുറേ കാലങ്ങൾക്ക് ശേഷം പഴങ്കഞ്ഞി കുടിക്കാം. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നല്ല വെയിലാണ്. ഈ സമയത്ത് ഞങ്ങൾ സ്ക്രബിങ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം അമ്മ അവിടെ ഇരിക്കുന്ന വരെ തണലത്ത്, ഞാൻ വെയിലത്താട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുടിയൊക്കെ കെട്ടണം. അമ്മയുടെ മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മേലേക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടോ ഗൈസ്, കാഴ്ചകൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തലയത്തെ മുടിയൊക്കെ കെട്ടി വെച്ച അമ്മ
ഇതാ നോക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബിൻ്റെ സാധനങ്ങൾ ഇനി ഒന്നുണ്ട് അത്ര. അപ്പോൾ ഇതിൽ കാപ്പിപ്പൊടി പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ എടുത്തിട്ട് കളഞ്ഞോട്ടോ. അപ്പോൾ ഗൈസ് ഇതാ വരുന്നു ഒരു മണവാട്ടി പോലത്തെ. അപ്പോൾ ഇതിൽ വെള്ളം നടത്താനത്തെ രാവിലെ നല്ല തണുപ്പുണ്ട്. ഇതെന്തിനാ? ഇത് മുഖം ഫസ്റ്റ് വാഷ് ചെയ്യണം. കൈ ഇതാക്കാനില്ല, വാഷ് മുഖം ഇങ്ങനെ താഴെ. This is enjoying for അമ്മ കൈ കൊണ്ട് വെള്ളം തേച്ചാൽ മതി ഗേസ്. ഇവിടെ പിന്നെ എന്തായാലും ചെയ്യാ, അതിലൊന്നും കൊള്ളില്ല മുഖം. അതാ നല്ലത് ഗൈസ്. നോക്ക് ഇത് സ്ക്രബ് എന്നല്ലേ പറയാ. ഇപ്പൊ അമ്മ മുഖമൊക്കെ കഴുകിയിരിക്കുന്നത്. സ്ക്രബ് ചെയ്ത് തുടങ്ങിട്ടോ, കാണിച്ചില്ല. ഒരു തക്കാളിയുടെ നീരൊക്കെ അടിക്കടി പീച്ചിട്ട് ഒരു ഭാഗം പകുതി ഉള്ളു ഗേസ്. അത് പഞ്ചസാര ഹാനി. അപ്പൊ അമ്മേടെ ഞങ്ങളുടെ മുഖം ആകെ ഡള്ളായിട്ട്. ഞങ്ങള് സ്കൂളുള്ള ടൈമിലൊക്കെ ഫസ്റ്റ് എന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞങ്ങള് വെക്കേഷൻ ടൈമിലൊക്കെ ആവുമ്പോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എന്നും മുടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബിങ് തുടങ്ങാം. അപ്പൊ ഇവിടെ ഫുള്ള് പ്രേതത്തിന് മാതിരി ഉണ്ട് ഗൈസ്. സ്ക്രബിങ് അത്ര സ്ക്രബിങ്. അമ്മയുടെ കണ്ണൊന്നും കാണാതില്ല, പ്രേതം നടക്കാൻ പറ്റില്ല. എടി നന്നായി തേക്കടി, ഒന്നുമില്ല അമ്മ തേക്കാൻ സമ്മതിക്കുന്നത്. ഇപ്പൊ ഗൈസ് ഇവിടെ കണിക്കൊന്ന ഇത് വലുപ്പ്. ഇത് ഓൾറെഡി ഉള്ള പിന്നെ ഓൾറെഡി കരിമാടിയിട്ട് അമ്മയുടെ കണ്ണിലൊക്കെ ചെയ്തൊക്കെ ഫുള്ള് ബാത്റൂം. അപ്പൊ ഗൈസ് അമ്മ അവിടെ തുടയ്ക്കാൻ റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അമ്മ ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റിമൂവ് ചെയ്യാൻ റിസൾട്ട് ആദ്യം വെള്ളം കൊണ്ട് തുടയ്ക്കാറോട് കണ്ടില്ലേ, ഇവളും തേച്ചുണ്ട്. അപ്പം ഗൈസ് ഞാൻ തേച്ചിട്ട് വല്ല ഭ്രാന്തിയെ പോലെ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ നന്നായി കാപ്പിപ്പൊടി തേച്ചിട്ടുണ്ട്. മുഖത്ത് നല്ല ടാനും തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹായ് ഗൈസ്, അമ്മയെ കാണിച്ചത്. വേറെ ഒരു പണിയില്ല കേട്ടോ. അന്ന് എന്നെ കോമാളി വേഷം കെട്ടിക്കുക ഈ പെണ്ണുങ്ങൾ രണ്ടും കൂടി വെളുപ്പിക്കുക അത്ര അമ്മേനെ. ഗൈസ് അമ്മ തേച്ച് അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ തേച്ച് പതത്തി ഇതാക്കി കൊടുത്തു ഗൈസ്. ഒരു മാവി ബാക്കറ്റ് ഒന്നും പോയിട്ടില്ല. അപ്പൊ ഗൈസ് ഇനി അടുത്ത് നെക്സ്റ്റ് ടിപ്പ് റിസൾട്ട് കണ്ട ഗൈസ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ പോണ. ഫേസ് അല്ല, നമ്മുടെ ലെഗ് കാലത്ത് ഒക്കെ പെഡിക്യൂർ ചെയ്തിട്ടൊന്ന് ക്ലീൻ ആക്കാണ്. അപ്പൊ കാല് മഴ ഭാവി സ്ക്രബ് ചെയ്ത് എന്താ കുറേ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. എനിക്കിതിനൊന്നും സമയവും ഇല്ല, ചെയ്യാൻ മെനക്കെടാറുമില്ല. ഇപ്പോൾ കാപ്പിപ്പൊടിയും എന്തൊക്കെയാണ് മാളു, കാപ്പിപ്പൊടിയും പഞ്ചസാരയും തക്കാളിയും കൂടി വെച്ചിട്ട് സ്ക്രബ് ചെയ്യാണ് കേട്ടോ. നല്ലതാണ്, ഇടയ്ക്കൊക്കെ ചെയ്യണം. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ് നമുക്ക് ചെയ്യാൻ. പൈസയൊന്നും കൊടുത്ത് ബ്യൂട്ടി പാർലറിലൊന്നും പോണേക്കാട്ടിലൊക്കെ നല്ലതാണല്ലോ. പക്ഷേ എനിക്കിതിനൊക്കെ സമയം ചിലവാക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പം ഇന്ന് മാള് വായും കൂടി ചെയ്തത്, ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. നെക്സ്റ്റ് മാവയുടെ വക എൻ്റെ കാല് ക്ലീൻ ചെയ്ത് തരില്ല. എന്താ പെഡിക്യൂറോ? എന്താടി പെഡിക്യൂർ അത്രേ. വേറെ പണി വേണ്ടേ? ഞാനിന്ന് ഫുള്ള് എൻ്റെ അടുത്ത് ഒന്നും പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ പകരമൊക്കെ തീർക്കുക. താഴ്ത്തു വേനിക്കട്ടോ. വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരെ കിളിയാവണു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കുളിമുറിയിൽ
കാലൊന്നും ഉരയ്ക്കാറേ ഇല്ല കേട്ടോ. കാലിങ്ങനെ വെറുതെ സോപ്പ് കൊണ്ട് തേക്കുന്നല്ലാണ്ട് ഞാൻ ചകിരി ഉണ്ട് ചില സമയത്ത് ചകിരി എടുത്ത് തേക്കും, അല്ലെങ്കിൽ വെറുതെ സോപ്പ് കൊണ്ട് തേക്കില്ലുള്ളൂ കേട്ടോ. അങ്ങനെ വൃത്തിയിൽ പറഞ്ഞാൽ അങ്ങനെ ഉരച്ച് തേച്ച് കുളിക്കില്ല എന്നല്ല, കാലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നീറ്റായിട്ട് ഇതാക്കാറൊന്നുമില്ല കേട്ടോ. കുറേ ദിവസമായി മാളുമായി പറഞ്ഞു, അമ്മ ഞങ്ങൾ ചെയ്തുതരാം, ഒന്ന് സമ്മതിക്കാമെന്ന്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും അവരുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പം അടുത്തത് സ്ക്രബ്ബറാണ് കേട്ടോ. എൻ്റെ കൃഷ്ണ, എൻ്റെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇവരെന്നെ ഇട്ടിട്ട് ഇങ്ങനെ കോമാളിയാക്കുക. എൻ്റെ കാലിൽ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി മൊത്തം തീർന്നു എന്നാണ് തോന്നണത്. കണ്ടില്ലേ, കുപ്പിയിലുണ്ടാക്കി വെച്ചേക്കണ സ്ക്രബ്ബർ. എന്തെങ്കിലും ആവട്ടെ, കൊറിയൻ സ്ക്രബ്ബർ അത്രേ. അപ്പോൾ കാപ്പിപ്പൊടി പിന്നെന്താ മാമേ? കാപ്പിപ്പൊടി, പഞ്ചസാര, ഓയില്, അതേപോലെ തന്നെ ഇത്തിരി ഷാമ്പു. കാപ്പിപ്പൊടി, പഞ്ചസാരയും വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ ഒരു ഷാമ്പുവും കൂടി എടുത്തിട്ടാണ് കേട്ടോ സ്ക്രബ്ബർ റെഡിയാക്കിയിരിക്കണത്. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം നന്നായി കാല് വാഷ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. കാല് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് കാല് നല്ല വെളുത്ത് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയുടെ കോലി ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സുന്ദര കാലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാവക്കുട്ടിയുടെ വകയാണ് എൻ്റെ കാല് ക്ലീൻ ആക്കി തരല്. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ സ്ക്രബ് ചെയ്തു, കാല് പെഡിക്യൂർ ചെയ്തു. ഇനി ഞാനൊന്ന് കുളിക്കട്ടെ കേട്ടോ. കുളിക്കാതെ മുന്നേ ഹെയർ സ്കിൻ കെയർ ചെയ്യണം. നമുക്ക് ചെയ്താലോ? ബാ, മസാജ്. ഓക്കെ, സ്വാവ അമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കണ്ടോ. അമ്മ നല്ല വാഷും ചെയ്യണം, എല്ലാം ചെയ്യാലോ. കാല് നശിപ്പിക്കാൻ വേണ്ടിട്ട് നോക്ക് എത്ര കഷ്ടപ്പെട്ട് ചെയ്തത്. ഈ അമ്മയല്ലേ മണ്ണിൽ വെക്കുക. മണ്ണിൽ വെക്കേണ്ട, കാല് തലയിൽ വീശി നിൽക്കാൻ പറ്റൂ. അതിനുള്ള പീസാണ് വെച്ചേക്കണത്. ഇപ്പോൾ വാവയുടെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാളുവിൻ്റെ കൂടാണ് കേട്ടോ. മാളുവിന് ഇന്നിപ്പോൾ അമ്മയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരണം ആണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹം അങ്ങോട്ട് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് കൈയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ ഫോൺ നോക്കിയിട്ട് ഓരോ ഡിസൈനൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇടുകയാണ്. ഇത് മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പിക്കാണ് കേട്ടോ. ഇത് ബിഗ് ബിയുടെ മൈലാഞ്ചി ആയതുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളർ വരുള്ളൂ. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെയുള്ള മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ദേഷ്യം വന്നിട്ടുള്ള മുഖമാണ് കേട്ടോ കാണുന്നത്. കുളിച്ചിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും മക്കളുടെ ആഗ്രഹങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവരുടെ കൂടെ അങ്ങനെ ഇരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒന്നാമത്തെ മൈലാഞ്ചി ഇടാനൊന്നും അങ്ങനെ വലിയ ഇഷ്ടമില്ല. വല്ലപ്പോഴൊക്കെ ഒരു ആഗ്രഹം തോന്നിയാൽ ഇടുക എന്നല്ലാണ്ട് ഞാനങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടാറില്ല കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് മാളു എങ്ങനെയുണ്ടമ്മ, നല്ല ഭംഗിയുണ്ടോയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നെ ഇട്ടത് ഭംഗിയൊക്കെ ഉണ്ടെന്ന് ഞാനും പറഞ്ഞു. ഭംഗിയില്ലെങ്കിലും ഭംഗിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, ഇഷ്ടമാവുകയൊക്കെ ചെയ്ത് അവൾക്ക് അങ്ങനെയല്ല. പിന്നെ അങ്ങനെ നല്ല ഡിസൈനൊന്നും നോക്കി ഇടാനുള്ള സമയമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എനിക്കാണെങ്കിൽ നേരം വൈകി പണികളൊന്നും കഴിയാത്തതിൻ്റെ ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.